മലപ്പുറം കാവുംപുറത്ത് പ്രവർത്തിക്കുന്ന കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൽ മോഷണം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന രേഖകളടങ്ങുന്ന ലാപ്ടോപ്പ് മോഷണം പോയി. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ഓഫീസിലെ ഷെൽഫുകളും മറ്റും കുത്തിത്തുറന്ന നിലയിൽ കാണപ്പെട്ടത്. വ്യാഴാഴ്ച നടന്ന ബജറ്റ് അവതരണം കഴിഞ്ഞ് വെള്ളിയാഴ്ച ബ്ലോക്ക് പഞ്ചായത്ത് തുറന്നു പ്രവർത്തിച്ചിരുന്നു. തുടർന്നുള്ള 2 ദിവസങ്ങൾ അവധിയായതിനാൽ ഓഫീസുകൾ തുറന്നിരുന്നില്ലെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഞാനിന്ന് ഓഫീസിൽ ഉച്ചയോട് കൂടിയിട്ടാണ് ഓഫീസിലെത്തിയത്. അപ്പോൾ എത്തിയ സമയത്ത് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ലാപ്പ് അത് അപ്രൂവലാക്കാൻ വേണ്ടിയിട്ട് ലാപ്പ് എടുത്ത് നോക്കാൻ വേണ്ടി മേശയുടെ ഡ്രോ വലിച്ചു നോക്കിയതാണ്. അപ്പോൾ അതിൽ പൊട്ടിക്കിടക്കുന്ന രീതിയിലാണ് കണ്ടത്. പിന്നെ അതിൻ്റെ താഴെയുള്ള ഷെൽഫ് അതൊക്കെ തുറന്ന് കിടക്കുകയായിരുന്നു. അതെല്ലാം ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് എന്നായിരുന്നു ഓഫീസിലെത്തിയത്? ലാസ്റ്റ് നമ്മൾ വ്യാഴാഴ്ച ബഡ്ജറ്റായിരുന്നു. അപ്പോൾ ബഡ്ജറ്റെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും വൈകുന്നേരത്താണ് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ വെള്ളിയാഴ്ച ഓഫീസിൽ വന്നിട്ടില്ല. പിന്നെ ശനി സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു, പിന്നെ സൺഡേ ആയിരുന്നു. അതിന് ശേഷം ഇന്ന് ഉച്ച വരെ ഹോസ്പിറ്റലിൽ മീറ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഓഫീസിലെത്തിയത്. ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കുറെ രേഖകളും സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? എന്താണ് ഇപ്പോൾ കമ്പ്യൂട്ടറിലുള്ള ആപ്പിലല്ല അതെല്ലാം ഉണ്ട്. പദ്ധതി രേഖകളൊക്കെ ഉണ്ടോ? ഇല്ല, പദ്ധതി രേഖ ഈ വർഷത്തെ ഇല്ല. പൈസ ആയിട്ട് നഷ്ടപ്പെട്ടിട്ടില്ല? പൈസ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ അന്ന് വെള്ളിയാഴ്ച ലോക്കും കംപ്ലൈന്റ് ആയിട്ട് കിടന്നിരുന്നു. അപ്പോൾ പിന്നെ അവർ തിരിച്ച സമയത്ത് കംപ്ലൈന്റ് ആയതാണെന്ന് കരുതിയത്. പക്ഷെ വൈകുന്നേരം ആയപ്പോൾ ലോക്ക് മാറ്റിയിട്ടിട്ടാണ് പോയത്. പിന്നെ അതിന് ശേഷം ഓഫീസിൽ ഇന്ന് എത്തി. അപ്പോൾ ആ സമയത്ത് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഇതിൻ്റെ പൊട്ടിച്ച നിലയിലാണ് ഇവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോലീസ് പറയുന്നത് വ്യാഴാഴ്ചയോട് കൂടിയിട്ട് ചുറ്റു പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു മോഷണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അറിയാൻ സാധിച്ചത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു അന്വേഷണം ആരംഭിച്ചു. വളാഞ്ചേരി CI സുനിൽ ദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പഞ്ചായത്ത് ഓഫീസിലെത്തി പരിശോധന നടത്തി. പ്രതിക്കായുള്ള അന്വേഷണം ആരംഭിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ കാവുംപുറത്തെ വിവിധ ഇടങ്ങളിൽ മോഷണം നടന്നിരുന്നു. ഇതേ പ്രതി തന്നെയാകാം ബ്ലോക്ക് പഞ്ചായത്തിലും കയറി മോഷണം നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.